വിജയണ്ണ. തലപതി വിജയണ്ണന്റെ 50ാമത്തെ പടം. വൈൽഡ് ആനിമൽസിന് വേണ്ടി അണ്ണന് പുലിയുണ്ട്. ഡൊമസ്റ്റിക് ആനിമൽസിന് വേണ്ടി അണ്ണന് ഗോട്ടുണ്ട്. പക്ഷികൾക്ക് വേണ്ടി അണ്ണന് കുരുവിയുണ്ട്. ഇത് മീനുകൾക്ക് വേണ്ടി അണ്ണൻ ചെയ്ത പടം സുറ അഥവാ സ്രാവ്. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ചെന്നൈയിൽ ഒടുക്കത്തെ മഴയാണ്. ആ സമയം കടലിൽ പോയ 60 മീൻപിടുത്തക്കാരെ കാണാനില്ലാണ്ടാവും. 60 மீனவர்களின் கதி என்னவென்று தெரியவில்லை. കരയിൽ മൊത്തം ജനങ്ങളും കാത്തിരിപ്പാണ്. കടലിലാണെങ്കിൽ ഹെലികോപ്റ്റർ ഒക്കെ ഇട്ട് വട്ടം അടിച്ചിട്ടാണ് സെർച്ചിങ്. അവസാനം ഒരു ഐലൻഡിൽ നിന്ന് ഇവരൊക്കെ കിട്ടി കരയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് എല്ലാവരും പിരിഞ്ഞു പോകാൻ നേരത്താണ് അവരത് ശ്രദ്ധിക്കുന്നത്. ബോട്ട് മുങ്ങാൻ നേരം നമ്മളെല്ലാം പിടിച്ച ഐലൻഡിൽ കെട്ടിയ സുരൻ തിരിച്ചു വന്നിട്ടില്ലെന്ന്. അവരെല്ലാം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് കടലിൽ നിന്ന് മത്തി ചാടി വരുന്ന പോലെ സുരൻ ചാടി വരുന്നത്. എന്നിട്ട് നേരെ ഓടി കരയിൽ കയറി ഒരു ഡാൻസ് കളിക്കും. ഏതോ ഐലൻഡിൽ ലോസ്റ്റ് ആയി അവിടുന്ന് കടല് വഴി നീന്തി കരയ്ക്ക് വന്ന മനുഷ്യനാണ് ഈ ചെമ്മീൻ തുള്ളണ പോലെ തുള്ളണത്. അപ്പൊ നമ്മുടെ വിജയണ്ണനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് വിജയണ്ണൻ എന്താണെന്ന് അറിയോ? വിജയണ്ണൻ എങ്ങനെയെന്ന് അറിയോ? பாசத்துல 10 தாய்க்கு சமம், விவேகத்துல லட்சம் சாணைக்கியனுக்கு சமம், பலத்துல 100 யானைக்கு சமம், வீரத்துல 1000 வேங்கைக்கு சமம். അതുമാത്രമല്ല വൻ പവറുകളാണ് മൂപ്പർക്ക്. വിജയണ്ണൻ നടക്കുമ്പോ കൊടുങ്കാറ്റ് വീശും. ചില സമയം സുനാമി വരെ അടിക്കും. ആ ടൈയൊന്ന് മുറുക്കി കിട്ടിയാൽ ആ ഫോഴ്സിൽ വരെ ആൾക്കാർ തെറിച്ചു പോകും. അങ്ങനെ എന്തൊക്കെയോ സൂപ്പർ പവറുകളാണ്. സൂപ്പർ പവറുകൾ കൊണ്ട് മാത്രമല്ല വിജയണ്ണൻ സമ്പന്നൻ. അദ്ദേഹം ഒരു നല്ല മനസ്സിന്റെ ഉടമയും കൂടിയാണ്. അത്രയ്ക്ക് നന്മയാണ്. ഒരു ദിവസം അന്ധരായ ഒരു കപ്പിൾസ് തെരുവോരത്ത് പേന വിറ്റുകൊണ്ടിരിക്കുകയാവും. അത് കണ്ടതും വിജയണ്ണൻ ആ പേന മൊത്തം വാങ്ങും. എന്നിട്ട് അവരെ നിർബന്ധിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചു കൊടുക്കും. തന്റെ സൈഡിലെ റോഡ് ക്ലിയർ ആയിട്ടും വണ്ടി എടുക്കാതെ നന്മ പ്രവൃത്തി കണ്ടു നിൽക്കുന്ന ഡ്രൈവേഴ്സാണ് യഥാർത്ഥ ഹീറോസ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് സിനിമ നായകൻ അന്ധരായവരെയൊക്കെ റോഡ് ക്രോസ് ആക്കിപ്പിച്ചു കൊടുത്താൽ അത് നായിക കാണണമല്ലോ. ഇവിടെയും അത് സംഭവിച്ചു. ഇനി തമ്മുവിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല പൈസയുള്ള വീട്ടിലെ ഒരു അന്തംകമ്പി പെണ്ണ്. ഈ മേക്കപ്പ് ഒക്കെ ഇടുന്ന കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല കല്യാണത്തിനും പോകാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. ബട്ട് അല്ല ഗൈസ്, അവൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അവൾ ആത്മഹത്യ ചെയ്യുന്നതോ അവളുടെ കാണാതായി പോയ പട്ടിക്കുട്ടിക്ക് വേണ്ടിയും. അത്രയ്ക്ക് ക്യൂട്ടാണ്. അങ്ങനെ ഇവരൊക്കെ അടിച്ചു പൊളിച്ച് കടപ്പുറത്ത് ജീവിച്ചു വരുമ്പോഴാണ് വില്ലൻ സാർ വരുന്നത്. ആളൊരു മന്ത്രിയാണ്. മൂപ്പർക്ക് കടപ്പുറം മൊത്തം അങ്ങ് ഒഴിപ്പിച്ചിട്ട് വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കണം. എത്ര അവന് വിജയണ്ണന്റെ തുറ മാത്രമേ കിട്ടുള്ളൂ വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കാൻ. സോ ഗൈസ്, അതിനുവേണ്ടി ആ കടപ്പുറത്ത് ഉത്സവം നടക്കുന്ന സമയം മൂപ്പര് പോയി തീ വെച്ച് കടപ്പുറത്തെ വീടുകളൊക്കെ ആരും അറിയാതെ കത്തിക്കും. എന്നിട്ട് അവിടെ ഉള്ളവർക്കൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി വേറൊരു പറമ്പ് എഴുതി തരാം, അവിടെ പോയി താമസിക്കാൻ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുമ്പോഴാവും തീയിൽപ്പെട്ട് കരിഞ്ഞു പോയ വിജു ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നിട്ട് എല്ലാവരോടും പറയും ഈ മന്ത്രി ഫ്രോഡാണ്, നമ്മുടെ നാട് ഇതാണ്, ആരും ഇവിടെ വിട്ട് പോവരുത് എന്ന്. എന്നിട്ട് ആ നാട്ടുകാരെയൊക്കെ കൊണ്ട് ആ കത്തി നശിച്ച സ്ഥലത്ത് വീടൊന്നും ഇല്ലാതെ ടെന്റ് അടിച്ച് അവിടെ താമസമാക്കും. അവിടെ ഈ നാട്ടുകാരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് കണ്ട് ആ നാട്ടിലുള്ള എല്ലാവർക്കും വീടുണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കും വിജയണ്ണൻ. കുപ്പത്തിൽ 1400 കുടുംബത്തുക്കും അങ്ങനെ വിജുവിന് ഒരു പ്ലാൻ കിട്ടുകയാണ്. മറ്റേ മന്ത്രിക്ക് ഒരു കള്ളക്കടത്തുണ്ട്, അത് നമ്മൾ ചൂണ്ടി മറച്ചു വിട്ടാൽ നമുക്ക് കോടികൾ ഉണ്ടാക്കാമെന്ന്. സോ ഗൈസ്, മറ്റേ മന്ത്രിയുടെ കള്ളക്കടത്ത് വിജു ഒരു സിംഗിന്റെ വേഷം കെട്ടിപ്പോയി കക്കും. എന്നിട്ടത് മറിച്ചു വിൽക്കും. ഈ കള്ളക്കടത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല വെപ്പൺസോ കൊക്കൈനോ ഒക്കെ ആയിരിക്കുമെന്ന്. പക്ഷേ നായകന് കൊക്കൈനൊന്നും മറിച്ചു വിട്ട് ഹീറോയിസം കാണിക്കാൻ പറ്റില്ലല്ലോ. സോ ആ ഭയങ്കരമായ കള്ളക്കടത്ത് എന്തായിരുന്നു എന്ന് വെച്ചാൽ കൊക്കോണിക്സിന്റെ 100 കണക്കിന് ലാപ്ടോപ്സ് ആയിരുന്നു.
വിജയണ്ണൻ ആ ലാപ്ടോപ്സ് ഒക്കെ കട്ട് 100 കോടി രൂപയ്ക്ക് മുംബൈ ട്രേഡ് സെന്ററിൽ കൊണ്ടുപോയി വിൽക്കും. ആരുടെ ഈ കൊക്കോണിക്സിന്റെ ലാപ്ടോപ്സ് ഒക്കെ 100 കോടി രൂപയ്ക്ക് വാങ്ങാം? ആ ഡീലിന്റെ 100 കോടി രൂപ കിട്ടിയതും വിജയണ്ണൻ നേരെ പോയി ഒരു ഓടിക്കാറും വാങ്ങി ഒരു കോമാളി വേഷം കെട്ടി നടക്കാൻ തുടങ്ങും. അങ്ങനെയൊന്നും പറയരുത്, എനിക്ക് അത്ര ഇഷ്ടമാണ്. ഇങ്ങനെയൊന്നും പറയരുത്. സൗണ്ട് വന്നിച്ച് സംഗറുത്തു. അങ്ങനെ അവസാനം വിജയണ്ണൻ കടപ്പുറത്ത് വീട് പണിയൊക്കെ തുടങ്ങി അത് പൂർത്തിയാക്കി പാലുകാച്ചൽ ദിവസം വരെ എത്തും. ദി ക്ലൈമാക്സ് നടക്കുന്ന ദിവസം. ആ ദിവസം മന്ത്രി വന്ന് അവിടെ ഒരു ബോംബ് വെക്കും. മാത്രമല്ല വിജയണ്ണനെ കിഡ്നാപ്പാക്കി ഒരു ബോട്ടിലും കൊണ്ടുപോയി കെട്ടിയിടും. എന്നിട്ട് ഞാനിപ്പോ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ് അവിടെ വൻ ഷോ ഇറക്കുമ്പോഴാണ് വിജയണ്ണന്റെ വകരു ട്വിസ്റ്റ്. അവിടെ പാലുകാച്ചിലെ മെയിൻ ഗസ്റ്റായി വന്നിരിക്കുന്നത് നമ്മുടെ മന്ത്രിയുടെ ഭാര്യയും കുട്ടികളുമാണത്രേ. അങ്ങനെ ആ ബോംബ് പ്രഹസനം പാളിപ്പോവും. അവസാനം മന്ത്രി വിജയണ്ണനെ ഇടിച്ചു തോൽപ്പിക്കാൻ നിൽക്കും. അതും നടക്കില്ല. വിജയണ്ണൻ മൂപ്പരെ അടിച്ച് റൊട്ടിയാക്കി ബോട്ടിൽ കെട്ടിത്തൂക്കും. അവസാനം എല്ലാം കഴിഞ്ഞ് വിജയണ്ണൻ പോയി കല്യാണം കഴിച്ച് സുഖമായി ജീവിക്കും. പടം കഴിഞ്ഞ്. നീ അടിച്ച അടി വീഴും, അടിച്ച ഇടി വീഴും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരദ, ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.